ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഒരു എഗ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ എഗ്ഗ് വേണ്ട അതിനനുസരിച്ചിട്ട് സവാളയുടെ അളവും കൂട്ടാം. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് പൊടിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പാത്രം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ബോയിൽഡ് എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. എഗ്ഗ് ഞാൻ പുഴുങ്ങി വെച്ചിരുന്നു. അത് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ മസാലയൊക്കെ എഗ്ഗിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ എഗ്ഗും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.